നമസ്കാരം. ധാതു മേഖലയിൽ ഇസ്രായേലുമായും സൗദി അറേബ്യയുമായും ഇന്ത്യ നിർണായകമായ ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുന്നു. ആഭ്യന്തര വിതരണം ശക്തിപ്പെടുത്തുന്നതിനും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമായി സ്വർണം ഉൾപ്പെടെയുള്ള ധാതുക്കൾ പര്യവേഷണം ചെയ്യുന്നതിനും സംസ്കരിക്കുന്നതിനുമായിട്ടാണ് കരാർ. കേന്ദ്ര ഖനിമന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് ഇത്തരമൊരു ധാരണാപത്രം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. സമുദ്രജലത്തിൽ നിന്ന് പൊട്ടാസ്യം വേർതിരിച്ചെടുക്കാൻ സാധ്യമാകുന്ന സാങ്കേതിക കൈമാറ്റവും ഖനന പ്രക്രിയകളിൽ കൃത്രിമ ബുദ്ധി ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇസ്രായേലുമായുള്ള കരാറിൽ അടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ കരാറിന് അംഗീകാരം നൽകിയതായും ഇത് സംബന്ധിച്ച നയരൂപീകരണ ചട്ടക്കൂട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അടുത്ത മാസങ്ങളിൽ ഇത് അന്തിമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഈ മാസം ആദ്യം ജി കിഷൻ റെഡ്ഡിയും സൗദി അറേബ്യയുടെ വ്യവസായ ധാതു വിഭവ മന്ത്രിയും തമ്മിൽ നടന്ന തന്ത്രപരമായ കൂടിക്കാഴ്ചയെ തുടർന്നാണ് സൗദി അറേബ്യയുമായുള്ള ധാരണാപത്രം നിലവിൽ വന്നത്. നിർണായക ധാതു മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പുതിയ നിക്ഷേപ അവസരങ്ങൾ പര്യവേഷണം ചെയ്യലും കരാറിലൂടെ ലക്ഷ്യമിടുന്നു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളുമായും സമാനമായ കരാറുകൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. നിർണായക ധാതുക്കൾക്ക് സാധ്യതയുള്ള അന്താരാഷ്ട്ര മേഖലകളിൽ 20 നോഡൽ ഓഫീസർമാരെ വിന്യസിക്കുമെന്ന് റെഡ്ഡി വ്യക്തമാക്കി. ഇന്ത്യൻ എംബസികൾ വഴി നിയമിക്കുന്ന ഈ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം ധാതു പര്യവേഷണത്തിൽ വിദേശത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനികളുമായി ചേർന്ന് പദ്ധതികൾ വികസിപ്പിക്കുന്നതിലും ആവിഷ്കരിക്കുന്നതിലുമായിരിക്കും. നേരത്തെ ധാതു ഖനനവുമായി ബന്ധപ്പെട്ട് ലേല പ്രക്രിയയിൽ പങ്കുചേരാൻ മടിച്ചിരുന്ന തെലങ്കാന, ബീഹാർ, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇപ്പോൾ ലേല പ്രക്രിയയിൽ പങ്കുചേരുന്നുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ ധാതുകർമ്മ പദ്ധതിയിൽ നിലവിൽ 14 സംസ്ഥാനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുന്നതിനാൽ അസം, ജമ്മു കാശ്മീർ, കേരളം എന്നിവ കൂടി ഇതിന്റെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം കേരള തീരത്ത് നിന്നുൾപ്പെടെ കടൽമണൽ ഖനനം ചെയ്ത് വിൽപ്പന നടത്താനും കേന്ദ്രത്തിന് നീക്കമുണ്ട്. ആദ്യഘട്ടത്തിൽ കൊല്ലം മേഖലയിൽ 3 ബ്ലോക്കുകളിൽ ഖനനം നടത്താനാണ് തീരുമാനം. കേരളത്തിന് പുറമെ ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലെ കടലിൽ നിന്നും മണലും ധാതുക്കളും ഉൾപ്പെടെ ഖനനം ചെയ്യാൻ കേന്ദ്ര ഖനി മന്ത്രാലയം ടെൻഡർ ക്ഷണിച്ചു കഴിഞ്ഞു. കേരള തീരത്ത് മാത്രം 74.5 കോടി ടൺ മണൽ ശേഖരമുണ്ടെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ. സംസ്ഥാനത്തിന് അധികാരമുള്ള 12 നോട്ടിക്കൽ മൈലും അകത്തും പുറത്തുമായിട്ടാണ് ഈ മണൽ ശേഖരമുള്ളത്. മണൽ വാരുന്നതിന് പിന്നാലെ ലോഹധാതുക്കളും ഖനനം ചെയ്തെടുക്കാൻ നീക്കമുണ്ട്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫിയും ഖനനം ചെയ്തെടുക്കാവുന്ന ലോഹധാതുക്കളുടെ നിർണയവും ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്.